അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് ഫുഡ് ബ്ലോഗ് ഒന്നും അല്ലട്ടാ, നമ്മുടെ വീടിൻ്റെ അപ്ഡേഷനാണ്. നമ്മളിതിന് മുന്നൊരു വീഡിയോ ചെയ്തു, വീടിൻ്റെ ഏത് ഭാഗം വരെ എത്തി നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ശേഷം എല്ലാ വീഡിയോൻ്റെ അടിയിലും വീടിൻ്റെ അപ്ഡേറ്റ് കാണിക്കുക, വീടിൻ്റെ അപ്ഡേറ്റ് കാണിക്കുക പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇനി വീട് പണിയാൻ പോകുന്ന ആളുകൾക്കുള്ള ടിപ്സുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, നമ്മളിപ്പോൾ പ്ലംബിംഗ് വർക്ക് വരെ നമ്മുടെ എത്തിയിട്ടുണ്ട്. പ്ലംബിംഗ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ സ്ലോയിലാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2-3 വർഷമായി നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് അല്ലേ. അപ്പോൾ വളരെ സ്ലോയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി പെയിൻറ്റിങ് പരിപാടികളൊക്കെ ഉണ്ട്, ടൈലൊട്ടിക്കാണ്ട് ഒരുപാട് പണികൾ നമുക്ക് ചെയ്യാനുണ്ട്. എങ്കിലും നമ്മൾ പ്ലംബിംഗ് ഒക്കെ നമ്മൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് പ്ലംബിങ്ങിൻ്റെ പണി ഏകദേശം തീർന്നു. അപ്പോൾ നമ്മൾ പ്ലംബിങ്ങിന് വേണ്ടി നമ്മൾ എടുത്ത പൈപ്പ് അതറിയോ, നമ്മൾ സ്റ്റാറിൻ്റെ പൈപ്പാണ്. കാരണം എന്തറിയോ, നമുക്ക് അഫോർഡബിൾ പ്രൈസുമാണ്. മാർക്കറ്റിൽ ഒരുപാട് കാലം മുന്നേ പഴക്കമുള്ള കമ്പനിയാണ്. ആർക്ക് പറഞ്ഞാലും സ്റ്റാറിൻ്റെ പൈപ്പ് എന്താണെന്നറിയാം. അപ്പോൾ നമ്മളവർ വിളിച്ച് പറഞ്ഞ ഉടനെ തന്നെ അവർ ലോഡ് കൊണ്ടുവന്നു, നമുക്ക് പൈപ്പുകൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇറക്കി തന്നു. പൈപ്പ് എന്ന് പറഞ്ഞാൽ കുറേ പൈപ്പ് കിട്ടും. നമുക്ക് ഡ്രെയിനേജും ഇത് വലിയൊരു ഏരിയ ആയതുകൊണ്ട്, ഇത് നമ്മുടെ പഴയ വീടാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഡ്രെയിനേജും പരിപാടികളൊക്കെ ഒരുപാട് നമുക്ക് പൈപ്പിന് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ലെങ്ത്ത് കൂടുതൽ, നമുക്കിത് ബാക്കിൽ ഒരുപാട് ലെങ്ത്ത് ഉണ്ട്. ആ ലെങ്ത്തും കൂടുതലുള്ളതുകൊണ്ട് ഒരുപാട് പൈപ്പിന് ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ പറഞ്ഞ ഉടനെ തന്നെ അവരെന്താണ് വെച്ചാൽ എല്ലാ പൈപ്പും നമുക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതേപോലെ തന്നെ വീട്ടിൽ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് നാരായണേട്ടൻ മുകളിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ, ഈ തൊട്ടി സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് പുറത്ത് കാണുന്ന തൊട്ടി ഇതൊക്കെ ഞാൻ രതീഷ്, അതേപോലെ തന്നെ ഈ കാർ പോർച്ചിൻ്റെ കോൺക്രീറ്റ് ഇല്ലേ, ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തതാണ്. വേറെ പുറത്തുനിന്ന് ആൾ വന്ന് ചെയ്തൊന്നുമില്ല. ഏകദേശം പണികളൊക്കെ ഞങ്ങൾ തന്നെ സമയം ഉണ്ടാകുമ്പോൾ ചെയ്യും. ഇനി കുറച്ച് പൈപ്പ് കൂടെ ബാക്കിയുണ്ട്. കാരണം ഇനി കുറച്ച് പൈപ്പ് ലൈൻ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ബാക്കി ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെയിൽ കൊള്ളാതെ ഇട്ട് വെച്ചിരിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാറിന്റെ പൈപ്പ് തന്നെ എടുത്തിട്ടാ. പിന്നെ ഈ ഒട്ടിക്കണ പേസ്റ്റ് ഉണ്ടല്ലോ, ഇതും സ്റ്റാറിന്റെ സ്റ്റാർ ബോണ്ട് എന്ന് പറയുന്ന സാധനമാണ്. അങ്ങനെ മൊത്തത്തിൽ ബെൻഡുകളും എൽബോയും അതുപോലെ തന്നെ മറ്റ് ഫിറ്റിംഗ്സിലൊക്കെ തന്നെ നമ്മൾ സ്റ്റാറിന്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ ഉള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ വാങ്ങി ഉപയോഗിച്ചത്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ ഡ്രെയിനേജ് ആണ്. അതൊക്കെ വെള്ളം നമ്മൾ ഈ വീടിന്റെ കംപ്ലീറ്റ് വെള്ളവും നമ്മൾ ഡ്രെയിനേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. അതൊക്കെ ഡ്രെയിനേജ് പൈപ്പുകളും കാര്യങ്ങളാണ്. ഇതാ ഇവിടെയൊക്കെ നമുക്ക് പൈപ്പ് ഏകദേശം എല്ലാ സാധനവും നമ്മൾ സ്റ്റാറിൻ്റെ തന്നെ കംപ്ലീറ്റ് ഒരു കമ്പനിൻ്റെ തന്നെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് UPVCയും PVCയും എല്ലാ പൈപ്പും നമ്മൾ സ്റ്റാറിൻ്റെ തന്നെ ഇട്ടുവിട്ടാ. ഇതാ ഫുള്ള് പൈപ്പ് ലൈൻ കൊടുത്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല ഇതെവിടെയൊക്കെ തന്നെ ഇതൊക്കെ ഡ്രെയിനേജാണ്. കാരണം ഈ വെള്ളത്തിൻ്റെ ഇവിടെ നിന്ന് ഡ്രോപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതിനങ്ങനെ വെളിയിലേക്ക് ഡ്രെയിനേജിൽ കൊണ്ടുപോകാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കണം. ഇവിടെയൊക്കെ തന്നെ ഫുള്ള് പൈപ്പുകളും പരിപാടികളും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതൊക്കെ ഡ്രെയിനേജാണ്. ഈ ചാല് കാണുന്നതൊക്കെ ഡ്രെയിനേജ്, പിന്നെ സെപ്റ്റി ടാങ്കിലേക്കുള്ള പൈപ്പുകളും പരിപാടികളും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം നമ്മൾ ഏകദേശം പ്ലംബിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ നമ്മൾ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇവരുടെ തന്നെ സ്റ്റീലിൻ്റെ ടാങ്ക്, നമ്മൾ വീഡിയോയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. അതുപോലെ 2 ടാങ്കും കൂടി സ്റ്റാറിൻ്റെ തന്നെ നമ്മൾ എന്ത് കാണിച്ച് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ എല്ലാം കംപ്ലീറ്റ് പൈപ്പ് ലൈൻ. ഇതും നമ്മൾ പൈപ്പ് ലൈൻ കൊടുത്തിരിക്കണം. ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഇറക്കുകയാണ്. കാരണം ഒരേ സെക്ഷനിലേക്ക് ഇത് വേണ്ട പറഞ്ഞിട്ടേ അവർ 2-3 സെക്ഷനായിട്ട് നമ്മൾ ഇറക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ പൈപ്പ് ഈ സെക്ഷനിൽ കൂടിയും കുറച്ച് ഇറക്കിയിട്ടാ. ഇതിൻ്റെ അടിയിൽ കൂടിയും ഡ്രെയിനേജ് ഉണ്ട്. കാരണം നമ്മൾ ചുറ്റും ഡ്രെയിനേജ് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് അവിടെ നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ ഒരു സാധനമുണ്ട്, എന്താണ് ഈ മഴവെള്ള സംഭരണിയിലെ മഴവെള്ള സംഭരണിയെ കൊണ്ട് ഇറക്കും. എന്നിട്ട് അവിടെ നിന്ന് മഴവെള്ള സംഭരണി ഓവർഫ്ലോ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് കാണിക്കും, പുറത്തേക്ക് വിടും. എന്നാ ഇവിടെ നമ്മൾ ബാത്റൂമിൻ്റെ കണക്ഷനും പരിപാടികളൊക്കെ കൊടുത്തിട്ട് നമ്മൾ താഴെ ഇറക്കുന്നുണ്ട്. ഇത് പെയിൻ്റ് അടിക്കുന്നത് ഒരു വൻ സംഭവം ഉണ്ട്, അത് നിങ്ങൾ കാണിക്കട്ടെ. അതേപോലെ തന്നെ ഇവിടെ നിന്നൊരു പൈപ്പ് വരുന്നുണ്ട്. ഈ പൈപ്പ് നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ വിടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ തന്നെ മുറ്റത്ത് തന്നെ ഒഴുക്കാനുള്ള പരിപാടിയാണ്. കാരണം ഈ വെള്ളം നമ്മൾ മഴവെള്ളം മുഴുവനായിട്ട് നമ്മൾ പാഴാക്കാൻ പാടില്ല. ഇത് കുറച്ച് നമ്മുടെ മുറ്റത്തും ഇരിക്കട്ടെ, അപ്പോഴേ ഭൂമിയിൽ എപ്പോഴും ഈർപ്പുണ്ടാവുള്ളൂ. ഇനി നമുക്ക് മുകളിൽ പോയി നോക്കട്ടെ, ടാങ്ക് വെച്ചതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ പോയി നോക്കാം. എന്താ ഇതാണ് നമ്മൾ സ്റ്റാറിൻ്റെ ടാങ്ക് നമ്മൾ 2 വെച്ചിരിക്കുന്നത്. ഇത് സ്റ്റീലിൻ്റെ ടാങ്കാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താ പറയുക, ഇത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഉള്ളിലിറങ്ങി ക്ലീൻ ചെയ്യാൻ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. അതിൻ്റെ അടിയിൽ തന്നെ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. ആ വാൾവ് നമുക്ക് തുറന്നു വിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വെള്ളം വെളിയിൽ പോകും കേട്ടോ. ഇതിങ്ങനെ ഒരു ഷേപ്പിലാണ് ഈ ടാങ്ക് ഇരിക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അഴുക്കും എന്താവും, ഒറ്റയടിക്ക് പുറത്തു പോകും. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊടുത്തിരിക്കുന്ന വാൾവുകളൊക്കെ തന്നെ സ്റ്റാറിൻ്റെ വാൾവുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിന് ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ. പ്രീമിയം ക്വാളിറ്റി ടാങ്കാണ്. അതേപോലെ തന്നെ UV സ്റ്റേബിൾ ആണ്. അതുപോലെ ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്. 100% വിർജിൻ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ടാങ്ക് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഗുണനിലവാരമുള്ള ഒരു ടാങ്കാണ് ഈ സ്റ്റാറിൻ്റെ ടാങ്ക് കേട്ടോ. ഇതാണ് നമ്മൾ ഫുഡ് ഗ്രേഡാണ്. നമ്മൾ വീഡിയോയ്ക്ക് അവിടെ സ്ഥലത്തെ കൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് അത്യാവശ്യം വെള്ളത്തിനോ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വെള്ളം അതിനെ കൊണ്ട് നിറയ്ക്കും, അവിടെ നമ്മൾ വീഡിയോയ്ക്ക് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇത് മോട്ടർ തന്നെ കണക്ഷനാണ്. മോട്ടറിൽ നിന്ന് വന്നിട്ട് ടാങ്കിലേക്ക് ചാടും. ടാങ്കിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ട് പോണത് ഇതിൽ കൂടെ കേട്ടോ. ഇനി കുറച്ച് പ്ലംബിങ്ങിൻ്റെ പണികൾ ബാക്കിയുണ്ട്. ഈ ടാങ്ക് കൊടുക്കാൻ, അതിൻ്റെ ടാങ്കിൽ കണക്ട് ചെയ്യാനും പരിപാടികൾ കുറച്ച് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ തന്നെ പൈപ്പൊക്കെ നമ്മൾ ഈ കൂടുതൽ വെയിലുള്ള സ്ഥലത്ത്, അതേപോലെ തന്നെ പ്രഷർ പോകുന്ന സ്ഥലത്തൊക്കെ CPVC UPVC ഒക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. വേണ്ട ഇങ്ങനത്തെ പൈപ്പുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്.
ഇതൊക്കെ നല്ല കനവും നല്ല വെയിറ്റുള്ള പൈപ്പാണ്ടാ. നമ്മൾ ഈ ലോഡ് ഇറക്കുന്ന സമയത്ത് തന്നെ അല്ലേ നല്ല കനവുണ്ട് പൈപ്പിന്. നമ്മളിങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, ഒരു വെള്ള പൈപ്പ് കൊണ്ടേ നമ്മൾ വിചാരിച്ചാണ് അത് CPVC UPVC തുടങ്ങിയ അങ്ങനത്തുള്ള പൈപ്പുകളാണ്. ഇത് സാധാരണ നമ്മൾ PVC പൈപ്പാണ് കേട്ടോ. ഇതാണ് UPVC പറഞ്ഞ പൈപ്പ്. ഇത് ഭയങ്കര വെയിറ്റുള്ള ഭയങ്കര കനമുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. കുറച്ച് എയർ വാൾവ് അല്ലേ, എയർ പോകാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ കുറച്ചുകൂടി സാധനങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്ലംബിങ്ങിൻ്റെ വർക്ക് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇത് നമ്മൾ നമ്മുടെ ഒരു മഴവെള്ള സംഭരണി നമ്മളിവിടെ ഉണ്ടാക്കും. ഇവിടെ ഏകദേശം അത്യാവശ്യം 11 അടി വീതിയും ഒരു 11 അടി നീളവും 10 അടി വീതിയിലുള്ള വലിയൊരു മഴവെള്ള സംഭരണി ഉണ്ടാക്കും. ആ മഴവെള്ള സംഭരണിയിലേക്ക് ഇത് വന്ന് ചാടും, നമ്മുടെ ഡ്രെയിനേജൊക്കെ വന്ന് ചാടും. എന്നിട്ട് അത് നമ്മൾ ഓവർഫ്ലോ ആകുമ്പോൾ നമ്മൾ എന്ത് കാണിക്കും, ഇതിൽ കൂടെ നമ്മൾ പുറത്തുള്ള ഡ്രെയിനേജിലേക്ക് നമ്മൾ വെള്ളം വിടും. നമ്മൾ മഴവെള്ളം ശേഖരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം കേട്ടോ. അതിനാണ് നമ്മൾ എന്ത് കാണിച്ചത്, ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. നമ്മുടെ ഭൂമിയിൽ വീടിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഇവിടത്തിനോട് ശേഖരിക്കും. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് എന്ത് കാണിച്ചിട്ടുണ്ട്, അപ്പുറത്ത് ആ ഒരു സൈഡ് കൂടെ വരുന്ന വെള്ളം മുഴുവൻ നമ്മുടെ മുറ്റത്തിലൂടെ ഒഴുകി, നമ്മൾ മുറ്റത്തിൽ കോൺക്രീറ്റോ പരിപാടി ഒന്നുമില്ല കേട്ടോ, ഒക്കെ നമ്മൾ സ്റ്റോൺ ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിലൂടെ ഒഴുകി പിന്നെ വെള്ളം ഈ ഡ്രെയിനേജിൻ്റെ ഇവിടെ വന്ന് വീണിട്ട് വീണ്ടും ആ വെള്ളം കൂടെ എന്താവും പുറത്തേക്ക് ഡ്രെയിനേജിൽ കൂടെ പോകാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ വലിയൊരു കുഴി എടുക്കണം. അപ്പോൾ മിക്കവാറും ഞാൻ രതീഷും കൂടി എടുക്കേണ്ടി വരുന്നത് തോന്നുന്നു. അങ്ങനെ എന്തായാലും JCB ഇട്ട് എടുക്കുക. കാരണം എന്താ പറയുക, ഇവിടെ വലിയ കുഴിയാണ്, ചെറിയ കുഴി നമുക്ക് നടക്കില്ല കേട്ടോ. അതേപോലെ തന്നെ ഇനി നമ്മുടെ ബാത്റൂമിൻ്റെ വർക്ക് പറഞ്ഞാൽ ബാത്റൂമിലൊക്കെ പ്ലംബിങ് ഏകദേശം പ്ലംബിങ് വർക്ക് ഏകദേശം എല്ലാവിടെയും കഴിഞ്ഞു കേട്ടോ. പ്ലംബിങ്ങിൻ്റെ ഏകദേശം കംപ്ലീറ്റ് പരിപാടികളും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ് പറഞ്ഞാൽ നമ്മൾ സാധാരണ പെയിൻറ്റിൽ അടിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ സാധാരണ പ്രൈമർ അടിച്ച് വൈറ്റ് സിമെൻ്റ് അടിച്ച് പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിക്കുന്ന പരിപാടി അല്ലത്. അതിന് പുറമേ ഉള്ളൊരു പെയിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ഹോംവർക്ക് അപ്ഡേറ്റ് ഒക്കെ നിങ്ങളെ കുറച്ചായിട്ട് കാണിക്കും കേട്ടോ. സംഭവം അറിയോ, നിങ്ങളുടെ കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഭാവിയിൽ വീട് കെട്ടാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ടാവണം. അങ്ങനത്തെ മെറ്റീരിയലുകളൊക്കെ നമ്മൾ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മതിലുണ്ടല്ലോ, ഈ മതിൽ നമ്മളിനി ഹൈറ്റ് കൂട്ടിയിട്ട് ഇതേപോലെ ഹൈറ്റ് കൂട്ടിയിട്ട് ഇങ്ങനെ പോകണം. അത് നമ്മൾ പഴയ മതിലാണ് കേട്ടോ. പഴയ ഇത് ഞാൻ പണിഞ്ഞ തന്നെയാണ്. ഒരു 15-16 വർഷത്തിന് മുന്നേ ഞാൻ പണിഞ്ഞ മതിൽ തന്നെയാണ്. ഇത് എൻ്റെ തറവാട് വീടാണ് കേട്ടോ. ഇത് നിങ്ങൾ വീട് മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ പൊളിഞ്ഞ് ചാടാനായി, ഇവിടെയൊക്കെ ഇതാ പൊളിഞ്ഞ് വരാനായി. അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോഴേക്കും മാറണം എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ എത്രത്തോളം കഴിയുന്നുള്ളത് അറിയില്ല കേട്ടോ. പണികൾ ഒരുപാട് ബാക്കിയുണ്ട്. ഇനിയും പെയിൻറ്റിങ്ങും ടൈൽ വർക്കും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഇതുണ്ട് അതൊക്കെ ഇത് കിടിഞ്ഞ് തൂങ്ങാനായിട്ട് അവിടെയൊക്കെ കമ്പി കാണാൻ തുടങ്ങി. എത്ര കാലം ഇരിക്കുന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മുടെ അടുത്ത വീടിൻ്റെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് ഇനിയും വരാം. ഇനി കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട്. ഇനി ടൈല് വാങ്ങിക്കുന്നതും അതേപോലെ തന്നെ പിന്നെ പെയിൻ്റ് അടിക്കുന്നതും പരിപാടികളും ഒരുപാട് സംഭവങ്ങൾ, ഇനിയും ക്ലോസറ്റ് സാധനങ്ങൾ, ഇനി ഒരുപാട് സാധനങ്ങൾ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്കും ഉപകാരം ഉണ്ടാവും, എനിക്കും ഞാൻ എൻ്റെ വീട് അപ്ഡേറ്റ് നിങ്ങളെ കാണിച്ച പോലെ ഒരു തൃപ്തി ഉണ്ടാകും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കുക. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ ഉപകാരപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലേയും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കും. വ്യത്യസ്തമായ വീഡിയോകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.